Calicut Weep for You. Team leader Devarajan. Yes. രണ്ടാം ഘട്ടത്തിലേക്ക് സ്വാഗതം. Thank you. അപ്പൊ തൊഴിലാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതെ. ഏത് തൊഴിലാണ്? ഏതൊരു നാട്ടിൽ ചെന്നാലും ഒരു ബാർബർ ഷാപ്പ് ഉണ്ടാവും. അപ്പൊ ഒരു നാട്ടിന് പുറത്തൊരു ബാർബർ ഷാപ്പും അവിടുത്തെ ചില കഥാപാത്രങ്ങളും. ബാർബർ ഷോപ്പിന്റെ ഹാസ്യാവിഷ്കാരവുമായി ടീം കാലിക്കറ്റ് വീപ്പ്. മുരുക ഒരു 10 തലയും ഒരു 10 താടിയും തന്ന് ഇന്നത്തെ കച്ചവടം ഉഷാറാക്കി തരണേ ഭഗവാനെ. കാത്തുരക്ഷിക്കണേ, അനുഗ്രഹിക്കണേ ഭഗവാനെ, രക്ഷിക്കണേ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇപ്പൊ തുറന്നിട്ടേ ഉള്ളൂ. നമ്മളെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നേ. ബാങ്കിലല്ല, ഞാനിപ്പോ ഇവിടെ കമ്പളിപ്പറമ്പ് സ്കൂളിൽ പുതിയതായിട്ട് ഇങ്ങോട്ട് മാറി വന്നിട്ടുള്ള അധ്യാപന. പുതിയതായിട്ട് വന്ന മാഷില്ലേ? നമ്മളെ മറ്റേ പഞ്ചായത്ത് കിണറിന്റെ നീല പെയിന്റ് അടിച്ച വീട്ടില് അല്ല, അതിന്റെ പിറകില്. അതിന്റെ പിറകില് മറ്റേ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ച വീട്ടിൽ താമസിക്കുന്നല്ലേ? അല്ല, അതല്ല. അത് കഴിഞ്ഞിട്ട് ആ ഡിവൈഎഫ്ഐന്റെ കൊടിമരം ഉണ്ടല്ലോ, അവിടുന്ന് 3ാമത്തെ വീട്. നമ്മളെ രാമേന്ദ്രേട്ടന്റെ വീട് അല്ലേ? അല്ലേ? പ്രേതവാദമുള്ള വീട്. പ്രേതം, ഭൂതം, പിശാച്, ദൈവം ഇങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മൾ മനുഷ്യർ വിശ്വസിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം തീരുമാനിക്കുന്നത് മുകളിലുള്ള ഒരാളാണ്. അല്ല, മുകളിൽ ആരാണ്? അല്ല, എല്ലാത്തിന്റെ ഒരു പ്രപഞ്ചത്തിലൊരു ശക്തി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ശരി, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന് പറയും ചെയ്യാം, പിന്നെ മുകളിലേക്കാ പോണല്ലേ? എന്താണ് നിങ്ങൾക്ക്? ഷേവ് ചെയ്യാൻ വേണ്ടി. ഷേവിംഗ് അല്ലേ? എടോ, ഇത് വല്ലപ്പോഴൊക്കെ ഒന്ന് തിരുമ്പി കൂടെടോ. അത് ഞാൻ അപ്രന്റീസ് ആയിട്ട് ചെക്കനെ വെച്ചിട്ടുണ്ടേ. ഓനാണ് ഇപ്പൊ അപ്പൻഡീസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടപ്പില്ല. ആളെ കൊല്ലാണ്. ഞാൻ പെട്ടെന്ന് ആ ചെക്കനെ ആലോചിച്ചു. ഹലോ 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 അളിയ, ഞാനാണ്. ആരാണ്? അംസത്തലിയാണ് അളിയ. ഏത് അംസത്തലി? അളിയ, ഞാനാണ്. അംസത്തലിയാണ്. ചാണകം എവിടെയാ തട്ടേണ്ടത്? ലോഡ്. അയ്യോ, ആള് മാറിപ്പോ റോങ് നമ്പർ ആണ് കേട്ടോ. അങ്ങനെ കളിക്കല്ലേ അളിയ, സമയമില്ല. എന്താണോ എനിക്കിത് കഴിഞ്ഞിട്ട് അമ്മായിന്റെ കൂടെ പോണം, ഓരോ പണിയുണ്ട്. പൊന്നു സുഹൃത്തെ, ആള് മാറിപ്പോ ചാണകമായിട്ട് വരിക. ഞാൻ ചാണകമായിട്ട് വരികയാണ്. എവിടെയാ ലോഡ് തട്ടേണ്ടത്? നിങ്ങൾ കളിക്കല്ലേ? അല്ല, നിങ്ങളിപ്പോ എവിടെ എത്തി? ഞാനിത് അവിടെ എത്തി, സാഗർ ഹോട്ടലിന്റെ മുന്നിലെത്തിയിട്ട്. സാഗർ ഹോട്ടലിന്റെ മുന്നിലെത്തിയില്ലേ? എന്നാലും ഒരു കാര്യം ചെയ്യ്, ആ ഡോറിന്റെ മുന്നിൽ തന്നെ, എൻട്രൻസിന്റെ മുന്നിൽ തന്നെ തട്ടിക്കട്ടോ. അല്ല, അവരോട് പറയണ്ടേ? അത് പറയുന്നു വേണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ തട്ടിക്കഴിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. വിളിക്കണ്ട, എന്റെ മൊബൈൽ ചാർജ് കുറവാട്ടോ. ഓ നമ്പർ മാറി വിളിച്ചേരാ. അല്ല, അപ്പൊ അയാൾ ആ ചാണകം കൊണ്ടുപോയിട്ട് ഹോട്ടലിന്റെ മുമ്പിൽ തട്ടൂലേ? അല്ല, ചാണകം ഒരു തട്ടിന് ഇങ്ങനെ നഷ്ടമൊന്നുമില്ലല്ലോ. ഇല്ല, എനിക്ക് നഷ്ടം ഉണ്ടായിട്ടല്ല. എന്താ അറിയോ, 10 മണിക്ക് സ്കൂളിൽ ബെല്ലടിക്കൂ. ആണോ? നിങ്ങൾ അടിക്കുക? ഞാനല്ല, പ്യൂണ് അടിക്കുക. അതല്ല, ഇന്നേ ഏയ്യോ വരുന്ന ദിവസമാണ്. ഇന്നിപ്പോ കുപ്പിയൊക്കെ വാങ്ങി അടിച്ചു പൊളിയേക്കില്ലേ? എടോ, ഏയ്യോ എന്ന് പറഞ്ഞ ഓഫീസറാണ്, അല്ലാണ്ട് എന്റെ കളിക്കൂട്ടുകാരല്ല. ഞാൻ അതാ പറഞ്ഞ സമയം നിങ്ങളെ കമ്പനിക്കാരനാണ്. എന്താ സമയം നോക്ക്, 9 മണി ഇപ്പൊ തന്നെയായി. 9 മണിയായി, അതാ പറഞ്ഞത്. ആകാശവാണി ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ചലച്ചിത്രഗാനം പരിപാടിയിലേക്ക് ഇപ്പോൾ വിളിക്കേണ്ട നമ്പർ 0495236780. ഹലോ ഹലോ, ഞാനാണ് കുണ്ടായിത്തോടുന്ന് ബാർബർ ബാബു. അയ്യോ, ഞാൻ കൊറേ പ്രാവശ്യമായി വിളിക്കുന്നു, കിട്ടില്ല. പിന്നെ എനിക്കൊരു പാട്ട് വേണോ? അതിപ്പോ നിങ്ങൾ ഏതെങ്കിലും അല്ലല്ല മറ്റേ ഇത് ഞങ്ങളെ ബാർബർമാരെ ദേശീയ ഗാനം ഉണ്ടല്ലോ, അത് വെച്ചോളി. അത് കേരളത്തിലുള്ള എല്ലാ ബാർബർമാർക്കും. ഓക്കെ, ശരി. അപ്പോൾ കുണ്ടായിത്തോടുള്ള ബാർബർ ബാബുവിനും അദ്ദേഹത്തിന്റെ ബാർബർ സുഹൃത്തുക്കൾക്കും വേണ്ടി മനോഹരമായ ഒരു ഗാനം, കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ നിന്നും. എന്റെ പേരപ്പ പറഞ്ഞേ. എന്താണ്? കേട്ടോ? റേഡിയോയില് പേര് കേട്ട്. എങ്ങനെയുണ്ട്? പെണ്ണുങ്ങളാണ് പറഞ്ഞത്. ആരെ പെണ്ണുങ്ങള്? എന്റെ പെണ്ണുങ്ങളെ. ആണോ? നിങ്ങൾ അടിച്ചു പൊളിയുണ്ട്. ഞാനോ? നിങ്ങളെ അതിൽ അടിച്ചു പൊളിയാ. ഞാനാ നന്നായത്. ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നിങ്ങള് ആണല്ലേ? പിന്നെ നിങ്ങൾക്ക് അവിടെ ഫാൻസ് അസോസിയേഷൻ ഒക്കെ രൂപീകരിക്കുന്നുണ്ട്. എനിക്കോ? നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് അടിപൊളിയായിട്ട്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അയ്യോ, വയ്യ. അറിയോ? എന്താണ് സതീശനല്ലത്? സതീശനല്ല. ഏത് സതീശ? മരിച്ചുപോയോ? മരിച്ചുപോയ സതീശ് അല്ല, ഇവിടുത്തെ മരിച്ചുപോയ സതീശനല്ലത്. എടാ, ബ്ലീഡിങ്. ബ്ലീഡിങ്. എന്തൊരു കഷ്ടം. ലേശം തകരാറുള്ള ആളാ.
എന്താ ഇങ്ങനെയൊക്കെ ഒരു ശശി ഞാൻ എന്റെ നടുപ്പേജ് പോയി. ഞാനെന്റെ നടുപ്പേജ് ഞാൻ എടുത്തുണ്ട്. എനിക്കറിയാം എന്റെ മാതിരിയുള്ള ഓരോ ഞരമ്പ് രോഗികൾ വരുന്നില്ലേ. ഒരൊറ്റ നയൻതാരന്റെ ഫോട്ടോ എനിക്ക് കിട്ടില്ല. എന്തേ നിങ്ങളെ ചെറുപ്പിന്റെ പല്ലൊക്കെ പോയിണ്ടല്ലോ. അതിനെന്തേ എനിക്കന്നൂടെ എന്നെ കൊണ്ട് ചില്ലറ വെറുപ്പിക്കാനല്ലോ. അത് എന്താണ് പാവേട്ട ചേർപ്പിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്തല്ല എന്തൊക്കെയാണ് ബാലകൃഷ്ണേട്ട നിങ്ങൾ ഈ വൈക്കൊക്കെ കാണാണ്ടോ? ആടാ ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാനറിയും നിങ്ങൾ മറ്റേ ഷൈജുവിന്റെ പീടിയെന്ന് അപ്പൊ മുടി വെട്ടലിന്നൊക്കെ എന്തൊക്കെയാണ് കളിക്കണേ? കച്ചോണ്ടുള്ള ജീവൻ പറഞ്ഞ പോരാട്ടല്ലേ ഇവിടെ നടക്കണേ. അതിന്റെ ടെൻഷൻ എന്താ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരി. അല്ല വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞേ. എന്ത് അനിയന്റെ കല്യാണം ഉണ്ടല്ലേ? അയ്യോ അത് നിങ്ങൾ അറിഞ്ഞില്ലേ? പിന്നെ അഭിലേഷിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടോ. പിന്നെ 163 പെണ്ണാവും കണ്ടത്. ചെക്കന് ചായ എല്ലാം വീട്ടിൽ നിന്ന് അയക്കല്ലേ? എന്താ നിങ്ങൾ പൊന്നാടെ പോയെന്ന് കിട്ടുമല്ലോ ചോദിച്ചാ. ഓനില്ലേ പെണ്ണ് കിട്ടായിട്ടൊരു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി. ഭ്രാന്തൊന്നുമില്ല പക്ഷെ ഭ്രാന്തൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ പെണ്ണ് ശരിയായി. അടുത്ത ആഴ്ച ഞങ്ങൾ പോവുക. അങ്ങ് നിശ്ചയിക്കാൻ പോകുന്നുണ്ട്. അടുത്ത ആഴ്ച എത്ര ആളാണ് ഇപ്പൊ അങ്ങോട്ട് പോണത്? ഇമ്പള് പോണില്ല. ഞങ്ങള് കുറച്ച് കുടുംബക്കാരങ്ങോട്ട് പോണുണ്ട്. അല്ല ബാബു, പിന്നെ പെണ്ണായിരുന്ന പെണ്ണ് കുരുവട്ടൂരിന്ന്. കുരുവട്ടൂര് നമ്മളെ നാടല്ലേ? കുരുവട്ടൂരായിരുന്നു. നിങ്ങൾ അറിയോ? കുരുവട്ടൂര് കറിഞ്ഞു കൊടുത്ത ആരുമില്ല. കുരുവട്ടൂരിന്നാണ് പെണ്ണ്. കുരുവട്ടൂരായിരുന്നു. പഞ്ചായത്തിന്റെ അടുത്ത് തന്നെ. പഞ്ചായത്തിന്റെ അടുത്ത്? നമ്മളെ മറ്റേ പഞ്ചായത്ത് മെമ്പർ മറ്റേ പപ്പേട്ടൻ ഉണ്ടല്ലോ. പപ്പേട്ടന്റെ മൂന്നാമത്തെ മോള് ശരണ്യ. ശരണ്യ നല്ല കുടുംബല്ലേ? നല്ല അഭിപ്രായ, കുഴപ്പമില്ലാത്ത. അത് നിങ്ങൾ അന്വേഷിച്ചോ? അല്ല വണ്ടിക്കെല്ലാം ഏൽപ്പിച്ചേക്കല്ലേ? ഏൽപ്പിച്ച്. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം? അതൊന്നുമില്ല. അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അല്ല അത് എന്തായാലും കല്യാണം നടക്കട്ടെ. അതായിട്ട് അയ്യയ്യേ എന്താ ഒരു പ്രശ്നം ഉണ്ട് എന്നോട് പറയും. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധതല്ലേ? ഇന്റെ അനിയനെ ഞാൻ കൊണ്ടുകൊണ്ടേ ചാടിക്കുക? അല്ല അതിപ്പോ നിന്റെ അനിയന്റെ കല്യാണത്തിന്റെ പ്രശ്നമാണ്. കല്യാണം നടന്നല്ലേ? എന്ത് ചെയ്യാനാ? കല്യാണം നടന്നല്ലേ? നടത്തണ്ടല്ലേ? ഇത് ക്യാൻസൽ ആക്കല്ലേ? പെണ്ണിഞ്ഞും കണ്ടൂടെ അല്ലേ ശശിയെ? റെഡി ആയതല്ലേ? ഞാനെന്ത് പറയാനാ? നിങ്ങൾ എന്താ പ്രശ്നം എന്നില്ല എന്നോട് പറഞ്ഞ ടെൻഷൻ ആക്കില്ല. ഞാൻ പറഞ്ഞ ബാബു, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുതരാം. എന്താണ്? എനിക്ക് ഈ പെണ്ണിനെ നേരത്തെ അറിയാം. അതായത് കഴിഞ്ഞ 6 മാസം മുമ്പ് ഈ പെണ്ണ് കൊടൈക്കനാലിൽ ടൂറിന് പോയി. അത് കോളേജിൽ പിന്നെ പോയത് അല്ല, പുഞ്ചിരി ബസ്സിലെ സുനിയായിട്ടാ പോയെ. ഡ്രൈവർ സുനിയായിട്ടാ? ഇവളോ? പിന്നെ അത് മാത്രല്ല 2 ദിവസം മുമ്പ് കോഴിക്കോട് അങ്ങാടിയില് നമ്മളെ കളപ്പെട്ടന്റെ മോൻ സുബീഷുമായിട്ട് ഓനായിട്ട് ചുറ്റി കറങ്ങി നടക്കുന്ന ഞാൻ കണ്ടു. എന്റെ കണ്ണോട് ഞാൻ അമ്പലത്തിൽ നിന്ന് വരികയാന്ന് ഞാൻ കളത്തരൊന്നും പറയാല. പിന്നെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാന്ന് വെച്ചാല്, മോനെ ദൈവത്തെ ഓർത്ത് എന്റെ പേര് പറഞ്ഞേക്കാം. ബാലശേട്ടൻ ഞാനത് ചെയ്യും. എന്നെ പറ്റി അതാ മനസ്സിലാക്കി. ഈ കല്യാണം വേണ്ട. അതെന്തെങ്കിലും ഞാൻ പറയുമ്പോ ഇല്ല ആ പാമ്പ് ആപ്പിൾ എന്നാ ഗെയിം നിർത്തേര്. അല്ല എന്താണ് ചിലക്കാതെ അവിടെ പോയിരിക്കും. ഓന് പാമ്പിന് ആപ്പിള് തിരിക്കായിട്ടാ അതത്ര കാര്യാക്കട്ടെ. കല്യാണം നടന്നോട്ടെ. ഇപ്പൊ എന്താക്കിയാനാ ബാബുവേട്ടാ? അത് നടക്കൂല. അത് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും. അല്ല നിങ്ങളിപ്പോ തീരുമാനിച്ചു ഉറപ്പിച്ച് നോക്ക്. എന്റെ പേര് പറയരുതേ. ഞാൻ പറയില്ല. ഞാനൊക്കെ ജീവിക്കണ്ടേ, അതുകൊണ്ടായി പറഞ്ഞു. പിന്നെ നിങ്ങൾ ഏട്ടനെ എന്തെങ്കിലും ആയിട്ട് ഒരാഴ്ച മുന്നേ പറഞ്ഞത് നന്നായി. ഇതിപ്പോ എത്രാമത്തെ മുടക്കണേ? 48. എത്ര മക്കളുണ്ട്? 3 എണ്ണം. പെൺകുട്ടികളല്ലേ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പോയിക്കോളെ. എടോ 10 മണിക്ക് സ്കൂളിൽ പോകേണ്ടതാണോ? അല്ല, ഈ പോത്ത് പോലത്തെ മനുഷ്യൻ ഇനി സ്കൂളിൽ പോവുക? അല്ല, സ്കൂളിലെ മാഷാണ്. പ്രസന്റ് സാറ് ഞാൻ അറിയില്ലല്ലോ. വല്ലാത്തൊരു വിഷമത്തിലാട്ടാ. ഞാൻ എന്താ ഇനിയിപ്പൊ ചെയ്യും? ഞാൻ എന്താ കരിവുണ്ടോ? ഇത് നോക്കി നിങ്ങൾ എന്ത് വെട്ടാനി വെട്ടി. ഇത് നോക്കി ഇതിന്റെ ടൈൽസ് ഒന്നും കറക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല. ഇത് പെട്ടെന്ന് എനിക്ക് വേഗം പോകണോ? അതുകൊണ്ട് പെട്ടെന്ന് വെട്ടിത്തരി പ്ലീസ്. മാഷേ ഒന്ന് നീക്കി. നിങ്ങളൊരു കാര്യഗൗരവമുള്ള ഒരാളല്ലേ? എന്ത് കളി കളിക്കണം? ഒന്ന് നീക്കി. അല്ല എനിക്ക് എന്താ മാഷെ ഇങ്ങനത്തെ ഒരു സ്വഭാവം? ആ കുട്ടീന്റെ മോനെ ഇരിക്കും മോനെ. ഇതെന്താ അലുവപ്പീടിയ പല കളറിൽ ഇതാണ് കറുത്തിട്ട്. അടങ്ങിയിരിക്കി. ഇത് വെട്ടണ്ടേ? തല വെട്ടിച്ചെടുക്കുക. നിനക്കെന്താ അവസ്മാരത്തിന്റെ കംപ്ലൈന്റ് ഉണ്ട്? തക്കട്ട് എനിക്ക് പോയിട്ട് ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം ഇവിടെ. പിന്നെ അതല്ല ബാബുടാ, നിങ്ങളെ വീട്ടിനടുത്ത് കുറച്ച് ടീം വന്നിട്ടല്ലോ പുതിയതായിട്ട് താമസാക്കിയിട്ടല്ലേ? വാടക വീട്ടിലല്ലേ? വന്നിട്ടുണ്ട്. ഒരു അടിപൊളി മോളുണ്ടല്ലോ അവിടെ. അതുണ്ട്. അല്ലോ ഓക്കിന്റെ നമ്പർ ഒന്ന് കൊടുക്കേണ്ടി. മൊബൈൽ നമ്പർ. ആരെ? എന്റെ നമ്പറേ
മൊബൈൽ നമ്പർ എന്തിനാത്? എന്താ മോനെ കാര്യം? വെറുതെ ഒന്ന് ലൈൻ അടിച്ചൊക്കെ നോക്കാലോ. പൊന്നു മോനെ, ഈ എന്റെ മുഖം ഈ കണ്ണാടിയിൽ ശരിക്കും നോക്കി വാടാ. എന്നിട്ട് കൊടുത്ത നമ്പർ. അല്ല പൈസ കൊണ്ടടാ. പപ്പ തരും. പപ്പയാ? എന്റെ മാഷ ഒരു അന്യനം പോലെ നിക്കണ. ഇങ്ങോട്ട് ഇരിക്കേ. ഒരു അയ്യോ ഒരു അധ്യാപകനല്ലെന്നില്ലേ? ഇരിക്കേ. ബാബേട്ടാ ആരെ വന്നോക്കി? അയ്യോ ആരാണ് ഇപ്പൊ വന്നത്? ഇവിടെ എന്തൊക്കെയാണ്? അല്ല ലീവില് വന്നേക്കില്ലേ? ലീവോ കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? 50 വർഷത്തെ രാഷ്ട്രസേവനം കഴിഞ്ഞ്. ആണോ? ഇനിയിപ്പോ ഇനിയൊരു 25 കൊല്ലം കൂടെ നിക്കാൻ പറഞ്ഞേക്കണ്. അവിടെ പിടിച്ചിട്ടിരിക്കാ? ഡെയിലി വേജസിന് അയക്കും. അല്ല അവിടെ സ്ഥിരമായിട്ട് നിക്ക. എന്റെ തലച്ചോറ് വേണം പോലെ. അല്ല തലച്ചോറ് മാറ്റിച്ച മരിച്ചു നിങ്ങള്? എടോ യുദ്ധത്തിന് ഞാൻ പങ്കെടുക്കല്ലേ, അനക്കറിയണല്ലേ? ബുദ്ധി മൊത്തം എന്റെ ബുദ്ധിയാണ് പോണത്. ഞാൻ അങ്ങനെ യുദ്ധത്തിനൊന്നും പോലല്ലോ. നിങ്ങൾ എവിടെ കഴിഞ്ഞ അവസാനം? ഞാൻ അവസാനം കാശ്മീരിലേ. കാശ്മീരിലേനു? കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്തൊരു തണുപ്പാണ് മോനെ. അല്ല തണുപ്പ് കാശ്മീരിലല്ല. നിങ്ങൾ എന്തിനാ ഇവിടുന്ന് വർക്കിന്? അല്ല പറഞ്ഞതാണ്. ഇപ്പോ ഞാൻ അവിടെ ഇല്ലാത്ത ശരിക്കും അറിയാണ്ട്. ഞാനിപ്പോ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പ്രശ്നം ഉണ്ടല്ലോ, ഇവര് തമ്മിലുള്ള വഴക്ക് തുടങ്ങിയച്ച ഞാനാണല്ലോ. നിങ്ങളാ തുടങ്ങിയച്ച്? അതറിഞ്ഞില്ല? അറിഞ്ഞില്ലേ? അയ്യോ ഞാൻ പറഞ്ഞുതരാം. വിടുവാ. അതായത് മനേഷേട്ടനും ഞാനും. മനസ്സിലായില്ലേ? ഇന്ത്യ കർശന മേധാവിയുടെ ഞങ്ങൾ എടാ പോടാണല്ലോ. ഞാൻ മനേഷേട്ടൻ. പേരെന്താണ്? മൂപ്പര് മനേഷ് കുൽക്കർണി പാണ്ഡെ. അതാണ് മൂപ്പരെ പേര്. ഒരു ദിവസം ഞങ്ങൾ ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് മൂപ്പര് ഒന്ന് അടിക്കുന്നുണ്ട്, ഞാനൊന്ന് അടിക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുക, സോഡ ഒഴിക്കുക. മുറ്റത്ത് ടേബിൾ ഇട്ടിട്ടാണ് ഞങ്ങൾ അടിക്കുന്നത്. മേശപിരിയൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ സാധനം വെക്കണ്. മൂപ്പര കുട്ടികൾ അവിടെ കളിക്കണ്, ഭാര്യ അവിടെ ഇരിക്കണ്, എല്ലാരും ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഒറ്റ പോക്കാണ്. ചാരവിമാനം. ചാരം കൊണ്ടോണ യുദ്ധത്തിനല്ല. ഇവിടെ ചാരന്മാര്, പാകിസ്ഥാൻ ചാരന്മാര് പോവാ വിമാനത്തില്. അങ്ങോട്ട് പോവാ. അപ്പൊ തന്നെ മനേഷേട്ടൻ പറഞ്ഞ്, സുരേന്ദ്ര പോണ്ടിട്ടോ, മോൾക്കൂടെ പോണ്ട്. മൂപ്പർക്ക് ആകെ ബേജാറായിക്കുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രശ്നമാക്കല, നിങ്ങൾ സാധനം എടുത്ത് വെച്ചോളി, അടിച്ചോളി ഇറങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒന്നും കൂടെ അടിച്ചോണ്ടിരിക്കണ സമയത്ത് ഒറ്റ പോക്കാ. പിന്നെയും പോയെന്ന് മാത്രല്ല ഒറ്റ ഇടലാണ്. ബോംബ്. ഞാൻ താഴത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. മനേഷേട്ടനാകെ കിള്ള പറിച്ചിട്ട് പേടിച്ചേ മൂപ്പരപ്പം തന്നെ പറഞ്ഞു, സുരേന്ദ്ര ബോംബല്ല വരുന്നാന്ന്. ഞാൻ പറഞ്ഞു നിങ്ങള് ബേജാറാവില്ലേ, ഞാനില്ലേ ഇവിടെ, എന്തിനാ പേടിക്കണേ? ആ സാധനം വെച്ചോളി ഇമ്പക്ക് അത് തീർക്കാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അപ്പോഴും സാധനത്തിനോടാ പ്രാധാന്യം. അതൊഴിച്ച് എടുത്ത് അടിച്ച് ബോംബ് ഏകദേശം ഒരു തെങ്ങിന്റെ ഉയരത്തിൽ ഇങ്ങനെ താഴത്തേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു മനേഷേട്ട ആ കുപ്പി എടുത്ത് മാറ്റിക്കോളി പറഞ്ഞു. മൂപ്പര് അപ്പം തന്നെ കുപ്പി എടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞ ടേബിൾ വിരി പിടിച്ചോളി പറഞ്ഞു. മൂപ്പര് അപ്പുറം പിടിച്ച് ഞാൻ ഇപ്പുറത്തും പിടിച്ച്. ബോംബ് താഴേക്ക് വരല്ലോ, ഒറ്റ കോരല് ചുരുട്ടി കുട്ടി ഒറ്റയേറ് പാകിസ്ഥാനിലേക്ക്. അവിടെ കിടന്ന് പൊട്ടി 25 ആൾക്കാർ അപ്പം തന്നെ മരിച്ചു. അന്ന് തുടങ്ങിയ ശത്രുതയാണല്ലോ ഇന്ത്യയും പാകിസ്ഥാനും. പിറ്റേന്ന് തന്നെ എനിക്ക് ടൈറ്റ് പേരും വീണ്, ബോംബ് കോരി സുരേന്ദ്രൻ. ഇവിടുന്ന് മാറിയപ്പോ ചാണകോരി സുരേന്ദ്രൻ അങ്ങനെ തന്നെ ഇവിടെ വിളിക്കല്. പിറ്റേന്ന് ചക്രം കിട്ടിട്ടോ. എന്ത് പരമവീര ചക്രടോ? അഞ്ചെണ്ണത്ത് അതല്ല മരിച്ചാ കിട്ടണല്ലേ? എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ. അല്ല മാഷേ, എവിടെ മരിച്ചിട്ട് ഇത് കൊടുത്തിട്ട് എന്താണ് കാര്യം? സുരേന്ദ്രേട്ടാ, ഞാന് എന്താന്ന് പറയുമ്പോ മനസ്സിന്റെ ഓരോ എനിക്ക് സമാധാനം സന്തോഷമൊക്കെ പാട്. നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോലെ. ഞങ്ങളൊരു സ്ഥാപനം നടത്തില്ല. ഞാനും ബാബേട്ടനും ഇവിടെ. ഞാൻ പിന്നെ വരാട്ടോ. വേറെ പറയാണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് വേറെ യുദ്ധം നടക്കൂ. ഇറ്റാലോരോന്നിനെ പീഡിയയിൽ നിർത്തരുത് കേട്ടോ. എന്റെ കാര്യത്തിലൊരു തീരുമാനം. എത്ര നിങ്ങൾക്ക് ഷെയ്വിംഗ് അല്ലേ ബാബേട്ടാ? അല്ലേ? ഇതൊരു ബാബേട്ടാ രാജദ്രോഹം എന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ ഒരു രാജദ്രോഹം ഇവര് ചെയ്യേണ്ട കാര്യം. അല്ല മോനെ, ഇന്നോട് ഇപ്പൊ അതിനെക്കാട്ടും വലിയ ദ്രോഹമാണല്ലോ ചെയ്യുന്നത്. ഇത് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധന. എന്താണ് ബാബേട്ട ഇങ്ങനെ പറയുന്നത്? ഒരു ഉറപ്പില്ലാതെ അങ്ങനെ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? ഞാന് ഇങ്ങനെ ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാല് ശശി അയ്യാ കത്തിരിയാട് വെക്കുണ്ടോ? എന്താണ് ബാബേട്ട ഞാനിപ്പോ എന്താ ചെയ്തത്? അന്നെ കൊണ്ട് നല്ല വെറുപ്പിക്കലായി. അല്ല ഞാൻ ചോദിക്കട്ടെ, മറ്റേ സംഭവം എന്തായി? ഏത് സംഭവം? ഇന്നലെ രാത്രി ഞാൻ പോയിട്ട്. എന്റെ മോനെ, അതാണ് സംഭവം.
ഈ പോയതിനു ശേഷം ഇവര് 4-5 ആൾക്കാർ ഇങ്ങോട്ട് വന്ന് 4-5 ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഈ വീട്ടിലുള്ള ചട്ടിയും കാലവും TV ഉള്ള സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ട് പുറത്തേക്ക് ഈ വീട്ടിൽ അപ്പൊ ഈ സംഭവം നടക്കുമ്പോ ആരുണ്ട്? അയ്യോ, ആ സമയത്ത് ആ വയസ്സായ മനുഷ്യനും ഈ പെൺകുട്ടിയും ഈ 2 പേരുള്ളപ്പോ മനസാക്ഷി ഇല്ലാണ്ട് ചെയ്ത് നാട്ടുകാരും ഇടപെട്ടില്ല. പിന്നെ പെട്ടെന്ന് മറ്റോ കയറി വന്നു. ഞാൻ ചോദിക്കുന്ന ഇവന്റെ നിലപാട് എന്താണ്? ഇവന്റെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ പറഞ്ഞ് ഈ പുറത്തേക്ക് എറിഞ്ഞ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തു വെക്കണം, പൊട്ടിയതൊക്കെ മാറ്റിട്ട് പുതിയത് വാങ്ങിക്കൊടുക്കണം. അത് ഇനിയിപ്പോ മീൻകറി വിട്ട ചട്ടിയാണെങ്കിലും മാറ്റി കൊടുക്കണം. അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് അവൻ സംസാരിച്ചത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ NF വർഗീസ് എന്താ സംസാരിച്ചത്? NF വർഗീസ് ഒരക്ഷരം ഇവിടെ നിങ്ങൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത് നടന്ന എന്തോ ഒരു സംഭവം പറയും. നിങ്ങളിത് സിനിമാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആണോ? എത്ര നേരം ഞാനൊന്നുമില്ലല്ലോ, ഒരു അധ്യാപകനല്ലേ ഞാൻ, അത് മനസ്സിലാക്കണ്ടേ നിങ്ങൾ? അല്ല, നിങ്ങൾക്ക് ഷേവിംഗ് അല്ലേ? അതെ, ഞാൻ ചെയ്തുതരാം. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? കത്തിമാറ്റ്? ഇല്ല. നല്ല സിനിമയാ, കണ്ടോളുണ്ട്. ബാബു, നാണേട്ടാ, എന്തേ പോന്നേ? ഈ തിരക്കിലാ? അനക്കാണല്ലോ ഈ പറയണ പണിയില്ലാന്ന് ഇങ്ങനെ പറയണ. നല്ല പണിയാണല്ലോ. നാണേട്ടാ, കണ്ണ് വെക്കല്ലേ. അവിടുത്തെ ബാർബർ ഷോപ്പ് പൂട്ടിയതിനെ കൊണ്ടാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല ബാബുട്ടാ, ഒരു മൂരിന്റെ സ്വഭാവം. ഞാൻ ചോദിക്കുന്ന അതാ, അവിടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടല്ലോ പണ്ട്, അത് പൂട്ടിപ്പോയി. അങ്ങനെ എന്താ കാരണം? അവിടെ ഒരാളെ 7 മണിക്കൂറൊക്കെയാ മുടി വെട്ടിനെ, വെട്ടലോട് വെട്ടല, നിർത്തില്ല. അങ്ങനെ പൂട്ടിപ്പോയി. അങ്ങനെ ഓരോ പൂട്ടിപ്പോയി. അതിനെക്കൊണ്ട് നാനേട്ടൻ എന്തേ വന്ന്? എടാ, എനിക്കൊന്ന് ഡൈ ചെയ്യണടോ. എന്നോ നാളെ ഡൈ ആവാൻ പോണ മനുഷ്യനാ ഡൈ ചെയ്യാൻ വന്നേ. ഞങ്ങളുടെ അച്ഛന്റെ പ്രായൊക്കെ ഉണ്ട്. ഇത് അങ്ങോട്ട് പോയിക്കോളി, ബാക്കെടുത്തോളി, പോയിക്കോളി, വീട്ടിൽ പോയിക്കോളി. ശരി, ശ്രദ്ധിച്ച് റോഡും ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യട്ടോ. നല്ല പോണോ? നല്ല ബാബേട്ടെ. എന്തേ? നിങ്ങളെ നാവ് പൊന്നായിട്ടോ. നനട്ടും ഡയ്യേ സ്പോട്ടില് ഭയങ്കര ആളുകളാള്. എന്താ ഓരോ സംഭവങ്ങള്. നിങ്ങൾക്ക് ഷേവിംഗ് അല്ലേ? ഷേവിംഗ് ആണ്. ഞാൻ ചെയ്തു തരൂ. ഇത് കുറച്ചും കൂടി തീർന്നാ എനിക്ക് തരുമോ? വെറുതെ എന്നെ കൊണ്ട് പറയും. ഗൾഫ് കോളാണ്. ഗൾഫ് അളിയനാണ്. വിളിച്ചോട്ടെ, ഗൾഫ് അളിയനാണ്. ഹലോ അളിയ, എന്തൊക്കെയാണ്? കൊഴപ്പില്ല, അങ്ങനെ കച്ചവടമൊന്നുമില്ല. അല്ല, നിങ്ങൾ ഇപ്പൊ അടുത്ത് വരുന്നുണ്ടോ? അല്ല, എന്റെ വിസേന്റെ കാര്യം എന്തായി? അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കിട്ടെ, ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുള്ളൂ. പിന്നെ ആ പൈസ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പൊ അടുത്ത് വരുന്നുണ്ടെങ്കിൽ മറ്റേ കൊണ്ടുവരണം കേട്ടോ. എനിക്കൊരു മൊബൈലും ഒരു 2-3 കുപ്പി കേട്ടോ. സുനിതേനോട് ഞാൻ പറഞ്ഞോളാം. എന്നാ ശരി, വേറെ ഒന്നുമില്ലല്ലോ, പൈസ തീർക്കണ്ട കേട്ടോ. ശരി ശരി ശരി. ഓക്കെ. ഗൾഫിന്ന് അളിയനാണ് ശശിയെ. എത്രയായി? എന്ത് ഷേവ് ചെയ്തതിന് എത്രയായി? ഷേവ് ചെയ്യുന്നതിന് എത്രയായിന്ന്? ഷേവ് ചെയ്യുന്നതിന് 20 ഉറുപ്പ്യ. ഇങ്ങോണ്ടോ? ഇങ്ങോണ്ടോ? ഷേവ് ചെയ്താരാ നിങ്ങള്? അപ്പൊ പൈസ ഇറക്കാ? പൈസ നിങ്ങൾക്കാ? ഇവിടുത്താ? അത് ശരി. ഉണ്ടോ അവിടെ? പോട്ടെ, ഇടയ്ക്കിടയ്ക്ക് വരാം. ഇടയ്ക്കിടയ്ക്ക് വരും പോലെ. പോന്നോട്ടെ. ആരാ ഷേവ് ചെയ്ത്? അയാള്. പൈസ ഇറക്കപ്പോ? അയാൾക്ക്. അപ്പൊ മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് വന്നോട്ടല്ല മാഷേ? എടോ അനിയ, അതെ, ഒരു കാര്യം മനസ്സിലാക്കണം. എടോ, ഒരു ജോലി ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അത് വൃത്തിയായിട്ട് ചെയ്യണം. ഇത് നിന്റെ മാത്രമല്ല, കേരളത്തിൽ എല്ലാരും ഒരു കുഴപ്പാ. നമ്മളെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതും നമ്മളെ പൈസ വാങ്ങിയിട്ട് പോകുന്നതും. മനസ്സിലായ? എന്താണ് ബാബേട്ടാ? തൊഴിൽ ചെയ്താൽ എന്ന് ചെയ്യും തൊഴിൽ ദൈവം എന്ന് വട്ടുക്കോട്ടെ